ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, ഇൻറ്റർഗ്രേറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. സബ്ജക്റ്റ് വിൽ ബി ഓക്സിലറി വെർബ് പ്ലസ് verb plus ing. ഓക്കെ, I will be walking, he will be walking, you will be walking, they will be working. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വിഷയമില്ല, ഓക്സിലറി വെർബ് വിൽ ബി ആയിരിക്കും. ഓക്കെ, പ്ലസ് verb പ്ലസ് ing. ഓക്കെ, ഇനി നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ നോട്ട് ആഡ് ചെയ്താൽ മതി. എവിടെ നോട്ട് ആഡ് ചെയ്യുക? വില്ലിൻ്റെയും ബീൻ്റെയും ഇടയിലാണ്. ഓക്കെ, വിൽ നോട്ട്, ഐ വിൽ നോട്ട്. ഓക്കെ, ആദ്യം സബ്ജക്റ്റ്, പിന്നെ വില്ല് എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം നോട്ട് എന്ന വാക്ക്, അതിനുശേഷം ബി എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് വേർബ് പ്ലസ് ing. ഓക്കെ, ഐ വിൽ നോട്ട് ബി വാക്കിംഗ്. അതുപോലെ തന്നെ നാം പറഞ്ഞിട്ടുണ്ട്, വില്ലും നോട്ടും നമുക്ക് ഒരുമിച്ച് എഴുതാം. വോണ്ട് എന്നാണ് എഴുതുക. ഓക്കെ, വോണ്ട്. അപ്പോൾ ഐ വോണ്ട് ബി വാക്കിംഗ് അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി വാക്കിംഗ്. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് വന്നാലും വിൽ നോട്ട് ബി. ഓക്കെ, യു വിൽ നോട്ട് ബി, ദേ വിൽ നോട്ട് ബി, ഷി വിൽ നോട്ട് ബി വർക്കിംഗ്. ഓക്കെ, ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും എളുപ്പമാണ്. വില്ല് എന്ന ഓക്സിലറി വെർബിനെ എടുത്ത് ഏറ്റവും തുടക്കത്തിലേക്ക് കൊണ്ടുവരാം. സോ ആദ്യം വില്ല് എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം ബി എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് വേർബ് പ്ലസ് ing. സോ വിൽ ഐ ബി വർക്കിംഗ്, വിൽ ഐ ബി വർക്കിംഗ്, വിൽ യു ബി വർക്കിംഗ്, വിൽ ഷീ ബി വർക്കിംഗ്. ഓക്കെ, വർക്കിംഗ് എന്നുള്ളത് വേർബ് പ്ലസ് ing ആണ്. വർക്കിങ്ങിന് പകരം ഈറ്റിംഗ് എടുക്കാം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് എടുക്കാം, ജമ്പിങ് എടുക്കാം, റണ്ണിങ് എടുക്കാം. ഓക്കെ, വിൽ ഐ ബി റണ്ണിങ്, വിൽ ഐ ബി ജമ്പിങ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുകയാണെങ്കിലോ സിമ്പിളാണ്. ഇൻറ്റർഗേറ്റീവ് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടാൽ മതി. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ വില്ല് എന്ന ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, അതിനുശേഷം ബി എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം വേർബ് പ്ലസ് ing. ഓക്കെ, സോ വെൻ വിൽ യു ബി വാക്കിംഗ്, വെൻ എന്നുള്ളത് ചോദ്യവാക്ക്, വേർ വിൽ യു ബി വാക്കിംഗ്, വേർ എന്നുള്ളതും മറ്റൊരു ചോദ്യവാക്കാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ചോദ്യവാക്കുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ചോദ്യവാക്ക് എടുത്ത് ഞാൻ ഇതിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അഫർമേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഇതിലെ രണ്ട് ഓക്സിലറി വെർബ് ഉണ്ട്, വില്ലും ബിയും. അതിൽ വില്ലിൻ്റെ കൂടെയാണ് നോട്ട് വരുന്നത്, വിൽ നോട്ട്, അതിനുശേഷമാണ് ബി വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് ആക്കുമ്പോൾ സബ്ജക്റ്റിൻ്റെ മുമ്പിലേക്ക് വില്ല് മാത്രമേ പോകുകയുള്ളൂ, ബി സബ്ജക്റ്റിന് ശേഷം തന്നെയാണ്. ഓക്കെ, വിൽ യു ബി. ഓക്കെ, അത് ശ്രദ്ധിക്കണം, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ഉത്തരം ഷോർട്ടാക്കി നൽകുന്നതെന്ന് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് പഠിച്ചതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനും. വളരെ സിമ്പിളാണ്. ഉദാഹരണം നോക്കാം. വിൽ സാബിത്ത് ബി വർക്കിംഗ് വിത്ത് യു? സാബിത്ത് നിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ? അതിനുത്തരമായിട്ട് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. അത് ഇംഗ്ലീഷിൽ ഷോർട്ടാക്കി പറയാനുള്ള മെത്തേഡാണ് യെസ് ഹി വിൽ, അല്ലെങ്കിൽ നോ ഹി വോണ്ട്. വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. ഓക്കെ, യെസ് ഹി വിൽ ഓർ നോ ഹി വോണ്ട്. ഇത് പൂർണ്ണമായിട്ട് എങ്ങനെ പറയാം? യെസ് ഹി വിൽ ബി വർക്കിംഗ് വിത്ത് മീ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഷോർട്ടാക്കി പറഞ്ഞാൽ മതി, യെസ് ഹി വിൽ. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. വിൽ യു ബി അറ്റൻഡിങ് ദ ലെക്ചർ? ആണ് എന്നാണെങ്കിൽ യെസ് ഐ വിൽ, അല്ല എന്നാണെങ്കിൽ നോ ഐ വോണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്. യെസ് ഓർ നോ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇതിനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കി മാറ്റണം. ഓക്കെ, ഐ വിൽ ലേൺ, ഐ വിൽ ലേൺ, ഞാൻ പഠിക്കും. ഇതിനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കുക എങ്ങനെയാണ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാക്കുക എങ്ങനെയാണ്? അതെ, ഐ വിൽ ബി ലേണിംഗ്, ഐ വിൽ ബി ലേണിംഗ്. ദേ വിൽ സെൽ, അവർ വിൽക്കും, അവർ വിറ്റുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കുക എങ്ങനെയാണ്? അതെ, ദേ വിൽ ബി സെല്ലിങ്. ഓക്കെ, ദേ വിൽ ബി സെല്ലിങ്. ഇനി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആക്കാം. വി വിൽ ബി ടേക്കിംഗ് ദ ബസ്, അത് നെഗറ്റീവ് ആക്കുക എങ്ങനെയാണ്? വി വിൽ നോട്ട്, അല്ലെങ്കിൽ വി വോണ്ട് ബി ടേക്കിംഗ് ദ ബസ്, വി വിൽ നോട്ട് ബി ടേക്കിംഗ് ദ ബസ്. ഓക്കെ, ഹി വിൽ ബി സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ, അവരൊരു ഹോട്ടലിലായിരിക്കും താമസിക്കുക. നെഗറ്റീവ് ആക്കുക എങ്ങനെയാണ്? ഹി വിൽ നോട്ട് ബി സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ. ഓക്കെ, ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കാം. രാജു വിൽ ബി കോളിംഗ് അറ്റ് 6 o'clock. ഈ ഒരു സെൻറ്റൻസ് നമുക്കൊരു ചോദ്യമാക്കി മാറ്റാം. വാട്ട് ടൈം വിൽ രാജു ബി കോളിംഗ്?
എപ്പോഴായിരിക്കും രാജു വിളിക്കുന്നത് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ടൈം വിൽ രാജു ബി കോളിംഗ്. അടുത്ത് ഫായിസ് വിൽ ബി ടീച്ചിങ് ഫ്രം 6 to 8 PM. ഫായിസ് വിൽ ബി ടീച്ചിങ് ഫ്രം 6 to 8 PM. എപ്പോഴായിരിക്കും ഫായിസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം. അതെ, ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വേണം അല്ലേ. എപ്പോൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് എന്താ? വെൻ. ഓക്കെ, അപ്പോൾ വെൻ വിൽ ഫായിസ് ബി ടീച്ചിങ്. വെൻ വിൽ ഫായിസ് ബി ടീച്ചിങ്. എപ്പോൾ ആയിരിക്കും ഫായിസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണെന്ത്? ഫായിസ് വിൽ ബി ടീച്ചിങ് ഫ്രം 6 to 8 PM. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുത്തി വെക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് നോക്കാം. ടെൻസിൽ മിസ്റ്റേക്ക് വരുത്തിയെന്ന് വരാം. ഉദാഹരണത്തിന് ഐ കാൺട്ട് കോൾ അറ്റ് 7 ആസ് ഐ വിൽ ട്രാവൽ ദെൻ. എനിക്ക് 7 മണിക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ട്രാവൽ ചെയ്യായിരിക്കും. ഇവിടെ ഐ വിൽ ട്രാവൽ ദെൻ എന്നുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. അതായത് ഞാൻ ട്രാവൽ ചെയ്യും എന്നാണ് അർത്ഥം. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണല്ലോ ഇവിടെ വരേണ്ടത് അല്ലേ. എനിക്ക് 7 മണിക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം എന്താ? ഞാൻ 7 മണിക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അങ്ങനെയല്ലേ വരണ്ടേ. അപ്പോൾ എന്താക്കണം? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ കാൺട്ട് കോൾ അറ്റ് 7 ആസ് ഐ വിൽ ബി ട്രാവലിംഗ്. ഐ വിൽ ബി ട്രാവലിംഗ് ദെൻ. ഓക്കെ, ഇനി ചിലപ്പോൾ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് പറ്റിയേക്കാം. ഷീ വിൽ ബി ടേക്കിംഗ് എ വാക്സിൻ. ഇവിടെ ടേക്കിങ്ങിൻ്റെ സ്പെല്ലിങ് റോങ് ആണ്. ടേക്കിൻ്റെ അവസാനത്തെ ഇ കളഞ്ഞിട്ടാണ് ING കൂട്ടുക. ഓക്കെ, TAKING ടേക്കിംഗ്. ഓക്കെ, ഷീ വിൽ ബി ടേക്കിംഗ് എ വാക്സിൻ. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ സ്ട്രക്ചറിൽ മിസ്റ്റേക്ക് വരുത്തിയെന്ന് വരാം. ഉദാഹരണത്തിന് വെൻ ദേ വിൽ ബി ഫിക്സിങ് ദ കാർ. വെൻ ദേ വിൽ ബി ഫിക്സിങ് ദ കാർ. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വേണം, പിന്നെ വില്ല് വേണം, അതിന് ശേഷമാണ് സബ്ജക്റ്റ്, അതിന് ശേഷമാണ് ബി. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? വിൽ ദേ ബി. വെൻ വിൽ ദേ ബി. വെൻ വിൽ ദേ ബി ഫിക്സിങ് ദ കാർ. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. വില്ലിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ടാണ് ബി കൂട്ടുക. ഓക്കെ, വെൻ വിൽ ദേ ബി ഫിക്സിങ് ദ കാർ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാറ്റീവ് വേർബ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കി എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, നോക്കാം. സൂൺ യു വിൽ ബി നൗയിങ് ദ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. നോ, നൗയിങ് എന്ന് പറയില്ല. ഓക്കെ, നോ ഒരു സ്റ്റാറ്റീവ് വേർബ് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ആക്കി എഴുതാം. ഓക്കെ, സൂൺ യു വിൽ നോ ദ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. വളരെ സിമ്പിളാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്താക്കുക? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, അതൊരു സമയം തൊട്ട് മറ്റൊരു സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇൻട്രോഗേറ്റീവും സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് വ്യക്തമായി പഠിച്ചാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾ പഠിച്ചു എന്ന് പറയാം. ഓക്കെ, ഒരു ഉദാഹരണം കൂടി നോക്കാം. ഷീ വിൽ ബി വിസിറ്റിംഗ് ഡൽഹി. ഇനി അതിനെ നെഗറ്റീവ് ആക്കുക. ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി. ഷീ വിൽ നോട്ട് ബി വിസിറ്റിംഗ് ഡൽഹി. വിൽ നോട്ട് കൂട്ടി ചെയ്താൽ വോണ്ട് എന്നാണ്. ഷീ വോണ്ട് ബി വിസിറ്റിംഗ് ഡൽഹി. ഇനി ഇൻട്രോഗേറ്റീവ് ആക്കുക. വിൽ ഷീ ബി വിസിറ്റിംഗ് ഡൽഹി. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്തുകൊണ്ട് ഇൻട്രോഗേറ്റീവ് ആക്കുക. ഇങ്ങനെ വെൻ വിൽ ഷീ ബി വിസിറ്റിംഗ് ഡൽഹി. വെന്നിന് പകരം മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിനി കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഫൈസ് ഔട്ട്.